ഹലോ, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇന്ത്യ നേപ്പാൾ ബോർഡർ, അതായത് ജൂലാഘട്ടിലേക്കുള്ള യാത്രയാണ്. പിത്തോറാഗാർഹിൽ നിന്നും 35 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജൂലാഘട്ട് എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. നേപ്പാൾ ബോർഡർ ഒന്ന് കാണണം, പറ്റുമെങ്കിൽ നേപ്പാളിലേക്കൊന്ന് കടക്കണം. പിന്നെ അടുത്തുള്ള ഒരു മഹാദേവ ടെമ്പിളുണ്ട്, താലേശ്വർ ടെമ്പിൾ എന്നാണ് അതറിയപ്പെടുന്നത്. സോ അവിടെയും ഒന്ന് കറങ്ങണം എന്നുണ്ട്. ഞങ്ങളുടെ യാത്ര ഇതാ ഇവിടെ തുടങ്ങുകയായി. വളരെ ചെറിയ വീതിയിലൂടെയുമാണ് നമുക്ക് ജൂലാഘട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടത്. ഇടുങ്ങിയ വഴിയാണ്, വളഞ്ഞു പുളഞ്ഞുള്ള ചെരുവുകളിലൂടെയുള്ള കയറി കുന്നിറങ്ങിയുള്ള ഒരു യാത്ര. വളരെ അപകടം പിടിച്ച ഒരു യാത്ര തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഇവിടുത്തെ ഉത്തരാഖണ്ഡിലുള്ള വണ്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ടൊക്കെയാണ് അവർ വരുന്നത്. അത്ര ട്രാഫിക് റൂൾസും കാര്യങ്ങളൊന്നും അവർ അധികം ഫോളോ ചെയ്യുന്നതല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ഇത്തരത്തിൽ അതിമനോഹരമായ മലനിരകളൊക്കെ കണ്ട് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് മലഞ്ചെരുവിലൂടെ നമുക്കിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ്. കണ്ടില്ലേ, മഞ്ഞുമലകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് നമ്മളുടെ നേപ്പാൾ ഇന്ത്യ ബോർഡറിലേക്ക് അങ്ങനെ യാത്ര ചെയ്യാം. ആ കാണുന്നതാണ് നേപ്പാൾ ഇന്ത്യ ബോർഡർ. അവിടെയാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. കണ്ടില്ലേ, അതിമനോഹരമായ ദൃശ്യഭംഗിയുള്ള സ്ഥലത്താണ് ഇന്ത്യ നേപ്പാൾ ജൂലാഘട്ട് ബോർഡർ സ്ഥിതി ചെയ്യുന്നത്. ജൂലാഘട്ട് ബോർഡർ എത്തുന്നതിന് മുമ്പിൽ ചെറിയൊരു അമ്പലവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതിന് അടുത്തായിട്ട് തന്നെ വേറെ ഒരു വലിയൊരു റോക്ക്, അതൊരു കാവ് പോലെ അങ്ങനെ എന്തോ ആണ്, പൂജയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടു. കൃഷിയിടങ്ങളുണ്ട്, അടുത്ത് കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെയൊക്കെയാണ് ആ പ്രദേശം. വലിയൊരു മലക്ക് ചുറ്റും ഒരു പാലം. ആ പാലം കടന്നു കഴിഞ്ഞാൽ നേപ്പാൾ ഇന്ത്യ. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നതും ഞങ്ങൾ കണ്ടിരുന്നു. കാരണം ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് പോകാവുന്നതാണ്. അവിടെ അവർ ചെറിയ ഒരു സെക്യൂരിറ്റി ചെക്കിങ്, അതായത് പേര് കാര്യങ്ങളിൽ ആധാർ കാർഡിൽ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് നമ്മളുടെ കയ്യിലെ ഒരു നമ്പറൊക്കെ കുറിച്ച് തന്ന് അപ്പുറത്തേക്ക് വിടും. നേപ്പാൾ ഇന്ത്യ ബോർഡറിന് കുറുകെ ഉള്ള നദിയാണ് കാളി നദി. അതിമനോഹരമായ ഒഴുക്കുള്ള ഒരു നദി തന്നെയാണ് കാളി നദി എന്ന് പറയുന്നത്. ഇപ്പം വെള്ളമൊക്കെ കുറച്ച് കുറവ് തന്നെയാണ്, എന്നിരുന്നാലും ഒഴുക്കിനൊരു കുറവുമില്ല എന്നത് തന്നെയാണ് സത്യം. അതിമനോഹരമായ ദൃശ്യഭംഗിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ അത്യാവശ്യത്തിന് നല്ല ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ബോർഡർ, അതായത് ഇന്ത്യ ബോർഡറിൽ നിങ്ങൾക്ക് തുണിയും അങ്ങനെയുള്ള തുണി, ചെരുപ്പ്, അങ്ങനെ ഭക്ഷണം അങ്ങനെയൊക്കെയുള്ള ചില ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. എന്നാൽ നേപ്പാൾ ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വെള്ളമടിക്കുന്ന ആളൊക്കെ ആണെങ്കിലും അത്യാവശ്യം എല്ലാ കടകളിലും കുപ്പിയുണ്ട് എന്നുള്ളതാണ് സത്യം. എല്ലാ കടകളിലും ഡ്രിങ്ക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അവിടെ. സോ ഈ ഇന്ത്യയിലെ ജൂലാഘട്ട് ബോർഡറിന് അടുത്തെത്തി. അതിന് മുമ്പ് തന്നെ ഒരു ദേവി മന്ദിറുണ്ട്. സോ ഇതാണ് ജൂലാഘട്ട് ആ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് പോയിൻ്റ്. ഇത് പാലത്തിൻ്റെ തൊട്ടടുത്താണ് ആ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കൂടി നമുക്ക് കടന്നു കഴിഞ്ഞാൽ പാലത്തിലേക്കാണ് കടക്കുവാൻ പറ്റുക. പാലത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മിലിറ്ററിക്കാർ നമ്മളോട് പറയുകയും ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ഞാനൊരു വീഡിയോ ചെറിയതായി എടുത്തതാണത്. ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ പാലം കടന്നതിന് ശേഷം, നേപ്പാളിലേക്ക് കടന്നതിന് ശേഷമുള്ള ദൃശ്യമാണ്. അവിടെ ഇതേപോലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ ഡ്രസ്സ് കടകളിൽ തന്നെ മദ്യവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു അവസ്ഥ. കണ്ടില്ലേ, ഒരുപാട് സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും കെട്ടിയിട്ട് നേപ്പാളിൽ അടുത്തൊക്കെ താമസിക്കുന്ന ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും സാധനങ്ങളൊക്കെ കടത്തുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്.
നേപ്പാളിലൊക്കെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ തന്നെ വളരെ വലിയൊരു കുന്നാണ്. ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി നമുക്ക് കയറണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിതച്ചു പോകും. ഞങ്ങൾക്കൊക്കെ തളർന്നു പോകുന്ന രീതിയിലുള്ള ഒരു കയറ്റമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ല ഒരു തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. ഇന്ത്യനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ നേപ്പാളിൻ്റെ ആ ഒരു ബോർഡർ കടന്നു കഴിഞ്ഞാൽ എനിക്ക് അനുഭവപ്പെട്ടത് ആ സമയത്ത്. ഇത് നേപ്പാൾ ബോർഡർ കഴിഞ്ഞതിന് ശേഷമുള്ള കസ്റ്റംസ് ഓഫീസാണ്, നേപ്പാളുകാരുടെ കസ്റ്റംസ് ഓഫീസാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിന് ചുറ്റും ഒരു ആൽമരം, കുടിവെള്ളത്തിനുള്ളത് കണ്ടില്ലേ. അവിടെ കുറേ പേര് സിഗരറ്റും കാര്യങ്ങളൊക്കെ വലിക്കുകയാണ്. ഞങ്ങളെന്തായാലും നേപ്പാൾ ബോർഡറൊക്കെ കറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്തുള്ള താലേശ്വർ മന്ദിരത്തിലേക്ക് പോകാൻ വേണ്ടി പുറത്തിറങ്ങി. അവിടെ നിന്ന് ഒരു 7 കിലോമീറ്ററാണ് താലേശ്വർ മന്ദിരത്തിലേക്കുള്ളത്. അവിടുന്ന് നേരെ റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. അതിൽ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അതിന് മുന്നായി ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അമ്പലത്തിൻ്റെ തൊട്ടടുത്തായി. കണ്ടില്ലേ, എനിക്ക് വളരെ പ്രത്യേകതയുള്ള വളരെ ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള വേറൊരു കാര്യം ഇവിടുത്തെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പൂക്കളൊക്കെയാണ്. വളരെ നല്ല ആകാശനീലയാണോ അല്ലെങ്കിൽ വയലറ്റാണോ എന്നറിയില്ല, അങ്ങനെ ഒരു കളറിലുള്ള ഒരു നല്ല അടിപൊളി പൂ എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി അവിടെ നിന്ന്. കണ്ടില്ലേ, അതിമനോഹരമായി ഒഴുകുന്ന കാളി നദി. അതിന് കുറുകെ ഒരു നല്ല ഒരു മല. അതിൽ മലയുടെ പകുതി ഭാഗത്തേക്ക് വെയിലൊക്കെ അടിച്ച് വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഒരു ഭാഗത്ത് വെയിലും കാര്യങ്ങളൊന്നും തട്ടാതെയുള്ള അതിമനോഹരമായ ദൃശ്യഭംഗിയാണ് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ആ കാണുന്നതാണ് താലേശ്വർ മന്ദിറിൻ്റെ കവാടം കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കണമെന്നാണ് അടുത്തുള്ള ആളുകൾ പറഞ്ഞത്. ഒരുപാട് വെള്ളത്തിൻ്റെ ഉറവകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു ഈ അമ്പലത്തിന് പോകുന്ന വഴിയിൽ. അതൊക്കെ പോയി ഒഴുകി എത്തുന്നത് ആ കാളി നദിയിലേക്കാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പീസ്ഫുള്ളായിട്ടുമുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ പ്യുവറായിട്ടുള്ള വെള്ളം, നല്ല പ്യുവറായിട്ടുള്ള വായു, പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷം, ഒരു എന്താ പറയുക, വളരെ ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടുത്തത്. ശാന്തമായ മല. ശരിക്കും പ്രകൃതി സ്നേഹികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല ശക്തമായ ഒഴുക്കുള്ള ഒരു നദി തന്നെയാണ് കാളി നദി എന്ന് പറയുന്നത്. വെള്ളം ഇപ്പോൾ കുറവാണ് എങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു നദിയായിരുന്നു ഇത്. കഴിഞ്ഞ തവണ പ്രളയമൊക്കെ വന്നപ്പോൾ ഇതിന് ചുറ്റുമുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ നദി കൂടിയാണത്. ഞങ്ങൾ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കവാടത്തിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് കുറച്ച് കൂടുതൽ ദൂരം നമുക്ക് നടക്കണമെന്നത്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ അനുഭവപ്പെട്ട ആ ഒരു ശാന്തതയും ആ ഒരു സമയത്തെ കിളികളുടെയൊക്കെ ഒരു സൗണ്ടും കാര്യങ്ങളും ഒക്കെ, പിന്നെ അവിടുത്തെ ആ ഒരു നേച്ചറും ഒക്കെ ആയിട്ട് നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക് നമ്മൾ കടന്നു പോയതുപോലെയാണ് നമുക്ക് തോന്നിയത്. ഒരു ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് പോകുന്നതൊക്കെ പോലെ, വേറെ ഏതോ ഒരു ലോകത്തിൻ്റെ വാതിൽ കടന്ന് നമ്മൾ മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് കടന്നതുപോലെ നമുക്ക് അനുഭവപ്പെട്ടു. അത്തരത്തിലൊരു ദൃശ്യഭംഗിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നൊക്കെ പറയാൻ പറ്റും. അധികം ആളുകൾ, അധികം എന്നല്ല, ആരും തന്നെ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഒരു ലേഡി ഒരു കുട്ടിയുമായിട്ട് ഓടി പോകുന്നത് കണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പിന്നീട് അവരെ ഫോളോ ചെയ്ത് എത്താനും കഴിഞ്ഞില്ല. അവർ വളരെ വേഗം തന്നെ ഓടി അവിടെ നിന്ന് പോയി. സോ എന്തിനാണ് അവർ ഓടിയതെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. സോ ഇതാണ് താലേശ്വർ ടെമ്പിളിൻ്റെ മുന്നിലുള്ള ആ ഒരു മണി.
ഈ ഒരു കുളം കണ്ടോ, ഇതാണ് ഈ ഒരു കുളം കുറച്ച് വലിയൊരു കുളമായിരുന്നു പണ്ട് കാലത്ത്. പിന്നീട് പ്രളയം വന്നപ്പോൾ ഇതൊക്കെ നശിച്ച് പിന്നെ അമ്പലത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കെട്ടി പൊക്കിയതാണിപ്പോൾ. ഈ കുറച്ചൊരു 2-3 വർഷം മുൻപേ ഒരു നല്ല വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതൊക്കെ കുറേ വെള്ളത്തിനടിയിലായിരുന്നു. കുറേ നാശനഷ്ടങ്ങൾ ഈ അമ്പലത്തിന് വന്നിരുന്നു. ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് എത്തിയ ഉടനെ ഞങ്ങൾ കരുതിയത് ഇവിടെ ആരെയും കാണാനും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കരുതിയത് ഇത് അല്ല, ഇതിന് കുറച്ചുകൂടെ ദൂരം പോകാനുണ്ട് ആ അമ്പലത്തിലേക്ക് എന്നാണ്. കാരണം ആ കൈവരികളും കാര്യങ്ങളും പന്തലും ഒക്കെ നടപ്പന്തൽ പോലെ ഇങ്ങനെ മുകളിലേക്ക് ഒരു അങ്ങനെ മലമുകളിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്. സോ ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് തിരിച്ചു വരുന്ന വഴിയിൽ നമുക്ക് കയറാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ വഴി മുകളിലേക്കൂടെ അങ്ങോട്ട് കയറിപ്പോയി. സോ ഞങ്ങൾ അതിന് മുകളിലെത്തിയപ്പോൾ അവിടെ കുറേ ആളുകളെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതേപോലെ അവിടെ എന്തൊക്കെയോ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നതായും ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങൾ കയറി അവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഞങ്ങൾ മലയിലും മുകളിൽ കയറി ആ ഒരു അമ്പലത്തിൻ്റെ ഒരു കാവ് പോലെ ഒരു സംഭവമാണ് ഞങ്ങൾ കണ്ടത് അവിടെ. സോ അവിടെ കയറിപ്പോയപ്പോൾ തന്നെ ഞങ്ങൾ കാണുന്ന ദൃശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10-15 ആടിൻ്റെ തല ഇതേപോലെ വെട്ടിയിട്ട് ചോരയൊക്കെ ഒഴുകി ഈ തലകളിങ്ങനെ ഒരു അമ്പലത്തിന്, അതായത് ഒരു കാവിന് ഒരു തലകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഒരു 10-15 ആടിൻ്റെ തലകൾ. കുറേ ആളുകളുണ്ട്. കുറച്ച് പേര് അവിടെ നിന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതായത് അവിടെ ആടിനെ ബലി നൽകുന്നതാണെന്ന് പിന്നീട് മനസ്സിലായി. ബലി നൽകുന്ന ഒരു ദിവസമായിരുന്നു അത്. സോ ഒരുപാട് ആളുകൾ അവിടെ കൂടിയിരുന്നു. അവരൊക്കെ ഭക്ഷണം ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞങ്ങളോടും പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പൂജാരി. അതിനുശേഷം ആടിൻ്റെ രക്തവും പിന്നെ എന്തൊക്കെയോ ചന്ദനങ്ങളൊക്കെ കൊണ്ട് അരിയും പൂവും ഒക്കെ തന്ന് ഞങ്ങളെ നെറ്റിയിലൊക്കെ ഇവർ പൂശി തന്നു. ഞങ്ങൾ സത്യത്തിൽ ഇങ്ങനെയൊരു രംഗം പ്രതീക്ഷിച്ചിരുന്നേ ഇല്ല. സോ അതിനുശേഷം ഞങ്ങൾക്ക് വളരെ ഭയമായി. കാരണം മൃഗബലിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നേ ഇല്ല. സോ ഞങ്ങൾ വീണ്ടും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ച് ഈ താഴത്തേക്ക് വരികയും ജസ്റ്റ് എന്തായാലും ഇത്രത്തോളം വന്നതല്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ അമ്പലം ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് പോകാന്നുള്ള രീതിയിൽ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി അമ്പലത്തിലേക്ക് ഒന്ന് തൊഴുത് അവിടുത്തെ വീഡിയോസ് വളരെ പെട്ടെന്ന് ധൃതിപ്പെട്ട് എടുക്കുകയും ചെയ്തു. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സോ ഞങ്ങൾക്ക് അവിടെ എന്താ അനുഭവപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ ഒരു അനന്തഭദ്രം എന്ന് പറഞ്ഞ ഒരു മൂവി ഉണ്ടായിരുന്നില്ലേ, അതിൽ മനോജ് ഖേജിയൻ്റെ ചെമ്പ എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാരക്ടറില്ലേ, ആ ക്യാരക്ടറിൻ്റെ താമസിക്കുന്ന ഒരു അന്തരീക്ഷവും അയാൾ പൂജ ചെയ്യുന്ന ഒരു അന്തരീക്ഷമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. സോ അതേപോലെ ഒരു നിഗൂഢമായ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. സോ അവിടെ അത്ര സേഫായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകണമെന്നത് തന്നെയായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്നത്. കാരണം എന്തൊക്കെയോ ആ ഒരു 10-15 ആടുകളുടെ തലയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം പോലെയാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ തോന്നിയത്. സോ പിന്നീടാണ് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ഈ നേപ്പാളിലെയും മൃഗബലിയും കാര്യങ്ങളൊക്കെ കൂടുതലായി നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അവിടെ എന്ന്. സോ ഈ അമ്പലത്തിൽ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു വലിയ വിഗ്രഹവും കാര്യങ്ങളൊന്നും കാണാൻ കഴിയണമെന്നില്ല. ഒരു ശിവൻ്റെ രൂപമുണ്ട് അവിടെ, അത് ഓപ്പണായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കൊരു ഗുഹ പോലത്തെ ഒരു സ്പേസ് കാണാൻ കഴിയും. അതിന് ചുറ്റും ഇതേപോലെ തന്നെ 2-3 വിഗ്രഹങ്ങളുണ്ടാവാം. അതിന് കുറേ മണികൾ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത് കുറേ പഴക്കം ചെന്ന ഒരു അമ്പലം തന്നെയാണ്. ഇവിടെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ചില ദിവസങ്ങളിൽ നല്ല ഗ്രാമവാസികളെല്ലാവരും ചേർന്ന് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അമ്പലം തന്നെയായിട്ടാണ് തോന്നിയത്. പക്ഷേ എന്നിരുന്നാലും അന്നത്തെ ദിവസം ഞങ്ങൾ ഈ വിസിറ്റ് ചെയ്യുന്ന ദിവസം ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ഭയം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഭീകരമായ ഒരു സ്ഥലത്തെത്തിയ പോലെ പെട്ടെന്ന് തോന്നി. എന്തായാലും
പക്ഷേ എന്തോ ഒരു നിഗൂഢതയുള്ള പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അവിടെ. സോ ഇവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒറ്റയ്ക്ക് വിസിറ്റ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കുറച്ച് കൂട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഒന്നിച്ച് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യുക. ഒറ്റക്കൊന്നും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പിന്നെ അമ്പലത്തിന് മുന്നിലുള്ള ആ കാളി നദിയിൽ കുറച്ച് ദൂരം മുകളിലേക്ക് നമ്മൾ കയറുമ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇരുകരകളിലുമായിട്ടുള്ള നദിയുടെ ഭാഗങ്ങളിൽ കുറേ ഗുഹകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അതേപോലെ കാടും ഉണ്ട്. സോ ഇവിടെയൊക്കെ ഈ ലിയോപാഡ്, ടൈഗർ തുടങ്ങിയ മൃഗങ്ങളൊക്കെ ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. സോ ഒട്ടും തന്നെ സേഫായിട്ടുള്ള സ്ഥലമൊന്നും അല്ല ആ ഒരു ബോർഡർ ഏരിയയും മറ്റുമൊക്കെ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് മണികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ട പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ എന്തൊക്കെയോ ഹോമകുണ്ടങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട്. രണ്ട് മൂന്ന് ശിവരൂപങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. സോ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇവിടെ. ഇതൊരു കാവാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ല വേറെ എന്തെങ്കിലും ആണോ അതും അറിയില്ല. അവിടെ രക്തത്തിൻ്റെ കറയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. സോ ഇവിടെ നിന്ന് ആടിനെ അറുത്തതാണോ അല്ലെങ്കിൽ അവിടെ എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തോ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ആ ഒരു നദിയുടെ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആ നദിയിലേക്കൊന്ന് പോയി ഇറങ്ങി ആ വെള്ളം ഒന്ന് വെള്ളം കൊണ്ടൊന്ന് മുഖമൊക്കെ കഴുകണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ നിന്നും
ആ നദിയിലേക്ക് അങ്ങ് ഇറങ്ങി അങ്ങ് ചെന്നു. എന്നിട്ട് കയ്യും കാലും ഒക്കെ കഴുകി ഒന്ന് മനസ്സൊക്കെ ഒന്ന് ക്ലിയറാക്കി. എന്നിട്ട് അവിടുന്ന് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയും, അതിമനോഹരമായ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം ഗ്യാങ്ങൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറേ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് മസ്റ്റ് വിസിറ്റായിട്ട് തന്നെ ഞാൻ പറയുന്നതാണ്. പക്ഷേ ഒറ്റയ്ക്കും 2 പേരും ഒക്കെ ആയിട്ട് നിങ്ങൾ വരാതിരിക്കുന്നത് തന്നെയാണ് സേഫ്. ഗ്യാങ് ആയിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഓക്കെ എന്നുള്ള ഒരു സ്പോട്ടാണിത്. അതിമനോഹരമായ ഒരു നദിയും അതിന് ചുറ്റുമുള്ള ഒരു മലകളും, അതിമനോഹരമായ ഒരു വ്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ. സോ അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവില്ല. പക്ഷേ നിങ്ങളുടെ സേഫ്റ്റി നോക്കിക്കൊണ്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അങ്ങനെ നേപ്പാൾ ബോർഡറും ജുനാഗഡ് ബോർഡറും താലേശ്വർ മഹാദേവ ടെമ്പിളും പിത്തോറാഗാർഹിൽ നിന്നും 35 കിലോമീറ്റർ അകലെയുള്ള ജുനാഗഡും താലേശ്വർ ടെമ്പിളും വിസിറ്റ് ചെയ്ത് ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് മടങ്ങുകയാണ് പിത്തോറാഗാർഹിലേക്ക്. സോ അടുത്ത വീഡിയോ ആയി നമുക്ക് കാണുന്നവരെ ബൈ.